ഹായ്, ഇറ്റ്സ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നുള്ള വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് അപ്പം ലൈവ് ഫസ്റ്റ് കോമൺ ഓൾവേസ് പോസിറ്റീവ്. ബൈ. അമീബിക് ബ്രെയിൻ ഫീവർ, അമീബിക് മസ്തിഷ്ക ജ്വരം. തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം നാവായിക്കുളം സ്വദേശിയായ +2 വിദ്യാർത്ഥിക്കാണ് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് വിദ്യാർത്ഥിയെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ഉത്രാട ദിനത്തിൽ കുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് വിദ്യാർത്ഥിക്ക് രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്. അതോടൊപ്പം വിദ്യാർത്ഥിക്കൊപ്പം കുളിച്ച മറ്റ് 2 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം 2016 കേരളത്തിൽ ആദ്യത്തെ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത്. 2016 ആലപ്പുഴയിലായിരുന്നു. 2016 ആലപ്പുഴയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഈ അസുഖം സ്ഥിരീകരിക്കുന്നത്, അമീബിക് മസ്തിഷ്ക ജ്വരം. ഇത് ജലസ്രോതസ്സുകളിൽ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം, അങ്ങനെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നുമാണ് ഈ രോഗാണു മനുഷ്യശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ഈ ജലസ്രോതസ്സിൽ ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ നിന്നും രോഗാണു, അതായത് ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ഈ രോഗാണു, ബ്രെയിൻ ഈറ്റർ എന്നറിയപ്പെടുന്ന ഈ രോഗാണു മനുഷ്യൻ്റെ മൂക്കിൻ്റെ തൊലിയിലൂടെ മനുഷ്യശരീരത്തിലേക്ക് പ്രവേശിക്കുകയും അതുവഴി തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും അങ്ങനെ ഈ അസുഖമുണ്ടാകുന്നു, ഈ രോഗമുണ്ടാകുന്നു. ഇത് തലച്ചോറിലേക്ക് പ്രവേശിച്ച് തലച്ചോറിൽ വീക്കമുണ്ടാവുകയും അതോടൊപ്പം കോശങ്ങൾ നശിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഈ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് 1 മുതൽ 9 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുവാനായിട്ട് തുടങ്ങും. ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, തലവേദന, ഛർദി, ഓക്കാനം, കഴുത്ത് തിരിക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളാണ് ശരീരത്തിനുണ്ടാവുക. അതോടൊപ്പം ഈ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ, രോഗം ഗുരുതരാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അപസ്മാരം, ഓർമ്മക്കുറവ്, അതായത് അപസ്മാരം, ഓർമ്മയില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ, ബോധക്ഷയം തുടങ്ങിയവ അനുഭവപ്പെടാം. ഇത് മൂർച്ഛാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള രോഗലക്ഷണങ്ങളും ഇതിനുണ്ട്. മൂർച്ഛാവസ്ഥയിൽ എത്തിക്കഴിയുമ്പോൾ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നത് നെക്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണിത് പകർത്തുന്നത്, വ്യാപിപ്പിക്കുന്നത്. അതായത് ഇത് ഒരിക്കലും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഇത് പകരുകയില്ല, മറിച്ച് ഇത് ജലസ്രോതസ്സുകൾ, അതായത് കെട്ടിക്കിടക്കുന്ന വെള്ളം, ഒഴുകുന്ന വെള്ളം, അങ്ങനെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നുമാണ് ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഒരിക്കലും പകരുകയില്ല. അതായത് കെട്ടിക്കിടക്കുന്ന മലിനമായ വെള്ളം, അതോടൊപ്പം ഇങ്ങനെയുള്ള ജലസ്രോതസ്സുകളിൽ നിന്നും ഇറങ്ങാതിരിക്കുക എന്നതാണ് ഈ രോഗം വരാതിരിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം എന്നത്. ഇത് ഗുരുതരാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിച്ചേക്കാവുന്ന അതിഭീകരമായൊരു സംഭവമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം എന്നത്. നെക്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുവാണിത് പരത്തുന്നത്. നെക്ലേറിയ ഫൗലേറി 2016 ആലപ്പുഴയിലായിരുന്നു ഈ രോഗം ആദ്യമായിട്ട് കേരളത്തിൽ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നാവായിക്കുളത്ത് വിദ്യാർത്ഥിക്ക് സ്ഥിരീകരിച്ചിരിക്കുന്നു. വിദ്യാർത്ഥിക്കൊപ്പമുള്ള 2 സുഹൃത്തുക്കൾ നിരീക്ഷണത്തിലാണ്. അമീബിക് ബ്രെയിൻ ഫീവർ, അമീബിക് മസ്തിഷ്ക ജ്വരം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.